ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മൾ 2 ദിവസം നല്ല അടിച്ച് പൊളിച്ച് തിമർത്ത് ആഘോഷിച്ചു കേട്ടോ. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ട്രെയിനിൽ ശനിയാഴ്ച രാവിലെ 6 മണിയുടെ ട്രെയിനിനാണ് ഇൻ്റർസിറ്റിക്കാണ് പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല മനോഹരമായ കാഴ്ചകളുണ്ട്. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സ്ഥലത്തെത്തിയപ്പം 4 ആന ഇങ്ങനെ പുഴയിൽ കുളിക്കുന്ന കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല എൻജോയ് ചെയ്ത് കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ യാത്ര ചെയ്ത് ഒരു 12 മണിയായപ്പോൾ നമ്മൾ കണ്ണൂരെത്തി, പറശ്ശിനിക്കടവെത്തി. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു. 2 ദിവസം പോയി നന്നായിട്ട് തൊഴുതു. മുത്തപ്പനെ കണ്ടു. ഭയങ്കര സന്തോഷമായി. മുത്തപ്പൻ്റെ അടുത്ത് പോകാനൊക്കെ പറ്റി. നല്ല തിരക്കുണ്ടായിരുന്നു സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയി. അവിടെ നല്ല ഫുള്ള് വെള്ളം, കുറേ വെള്ളത്തിലേക്ക് വന്ന് വീഴുന്ന കുറേ റൈഡുകളുണ്ട്. പിന്നെ ഇവിടെ നല്ല രസമുണ്ട്. അങ്ങനെ ആ വെള്ളം വീഴുന്ന അതിൻ്റെ അടിയിൽ നിൽക്കാനും, പിന്നെ ആ വെള്ളത്തിൽ നിന്ന് കഴിയുമ്പം ഓരോ മണിക്കൂർ ഇടവിട്ട് വേവ്സ് വരും. നല്ല രസമായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ദിവസങ്ങളായിരുന്നു 2 ദിവസം. പിന്നെ കുറേ റൈഡുകളുണ്ടായിരുന്നു. നമ്മൾ റൈഡിലൊക്കെ അത്യാവശ്യമൊക്കെ കയറി. പിന്നെ നമ്മൾ വെള്ളത്തിൽ തന്നെയായിരുന്നു കേട്ടോ. കൂടുതൽ സമയം വെള്ളത്തിലായിരുന്നു. നമ്മൾ അവിടുന്ന് ഡ്രസ്സൊക്കെ വാങ്ങി. അവിടെ കടയുണ്ട്. അപ്പം അവിടെ കുറേ സ്നാക്സിൻ്റെ കടയും ഐസ്ക്രീമും അതുപോലെ തന്നെ ചോറ് കിട്ടുന്ന ഹോട്ടലും റെസ്റ്റോറൻറ്റും, പിന്നെ അതുപോലെ തന്നെ ഈ ഡ്രസ്സിൻ്റെ ഒക്കെ കട എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സൊന്നും ഇപ്പോൾ വെള്ളത്തിൽ നിന്ന് കളിക്കണമെന്ന് വിചാരിച്ചില്ലായിരുന്നു പോയപ്പം. പക്ഷെ ഇങ്ങനെ കണ്ടപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ 3 പേരും ഡ്രസ്സൊക്കെ മേടിച്ചു. പിന്നെ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങി. വെള്ളത്തിൽ തന്നെയായിരുന്നു കൂടുതലും. 2 സ്ഥലത്ത് ഓരോ മണിക്കൂർ ഇടവിട്ട് 2 സ്ഥലങ്ങളിൽ ഇങ്ങനെ മാറി മാറി വെള്ളം. ഒന്നിങ്ങനെ ഒരു പാറയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുമ്പോൾ അങ്ങനെ വരും. അവിടെ പാട്ടൊക്കെ വെക്കൂട്ടോ, ഡാൻസ് കളിച്ച് വെള്ളത്തിൽ നമുക്കിങ്ങനെ നിൽക്കാം. പിന്നെ മറ്റേ സ്ഥലത്ത് വേവ്സ് വരും. നല്ല രസമാണ്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത്രയും എൻജോയ് ചെയ്തൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള 2 ദിവസങ്ങളായിരുന്നു. പിന്നെ നമ്മൾ ബോട്ടിലും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോട്ടിലൊക്കെ പോയി. ബോട്ടിൽ നല്ല രസമായിരുന്നു. പിന്നെ ബോട്ടിൽ കയറിയിട്ട് പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ കയറിയിട്ടുണ്ടായിരുന്നേ. അത് ഞങ്ങൾ 4 പേരും കയറി. അപ്പം അതിങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ പോവും. നല്ല രസമായിരുന്നേ. പിന്നെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. നമ്മൾ ഉച്ച സമയത്തായിരുന്നു പോയത്. രാവിലെ ഒരു ഫുഡൊക്കെ കഴിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത് കേട്ടോ. ഒരു ദിവസം മുഴുവനും നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ ഒരു ദിവസം സ്നേക്ക് പാർക്കിലും പോയിട്ടുണ്ടായിരുന്നു. സ്നേക്ക് പാർക്കിൽ പോയ വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. വെയിലുണ്ടെങ്കിലും പക്ഷേ ആ ഒരു സന്തോഷം കാരണം ഭയങ്കര രസമായിരുന്നേ. നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ തിരക്കായിരിക്കുമല്ലോ. ജോലിക്കാരും ഒക്കെ ക്യൂ ഒക്കെ നിന്നിട്ടാണ് എല്ലായിടത്തും കയറുന്നത്. പിന്നെ ചില സ്ഥലത്ത് കുട്ടികൾക്ക് 120 സെൻറ്റിമീറ്റർ 140 സെൻറ്റിമീറ്റർ അങ്ങനെയൊക്കെ വേണം കയറാനായിട്ട് കേട്ടോ. അങ്ങനത്തെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തു. കുഞ്ഞിനും പറ്റാത്തതുകൊണ്ട്, ചെറുതിന് പറ്റാത്തതുകൊണ്ട്. പിന്നെ നമ്മൾ പറ്റുന്ന റൈഡിലൊക്കെ കയറി. വെള്ളത്തിലൊക്കെ ഇഷ്ടം പോലെ കളിച്ചു. ഒരു ദിവസം മുഴുവനും വെള്ളത്തിൽ തന്നെയായിരുന്നു. നല്ല രസമാണ്. നമുക്ക് കയറാനേ തോന്നൂല കേട്ടോ വെള്ളത്തിൽ നിന്ന്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം പിന്നെ നമ്മൾ ബോട്ടിൽ പോയിട്ടോ. ബോട്ടിൽ കുറച്ച് ഒരു 2-3 ഫാമിലി ഒരുമിച്ച് ബോട്ടിൽ ഇങ്ങനെ പോയി. നല്ല രസമുണ്ട്. അവിടുത്തെ വ്യൂസ് കാണാനും അതുപോലെ തന്നെ ബോട്ടിൽ പോകാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു ഈ 2 ദിവസം എന്ന് പറയുന്നത്. അത്രമാത്രം എൻജോയ് ചെയ്തു. നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ പറശ്ശിനിക്കടവ് പോകുന്നത്. കല്യാണത്തിന് മുമ്പേ കുറേ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. കുട്ടികളെ കൊണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇനി എന്തായാലും എല്ലാ വർഷവും പോകും. അത്രമാത്രം നമുക്ക് എൻജോയ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ. ബോട്ടിംഗ് ആണെങ്കിലും സ്നേക്ക് പാർക്ക് ആണെങ്കിലും, സ്നേക്ക് പാർക്കിൽ അതുപോലെ 12D ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് നല്ല രസമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബോട്ടിങ്ങിൽ അതുപോലെ വിസ്മയിൽ അടിപൊളിയായിരുന്നു. ബോട്ടിങ്ങും വിസ്മയിലും മുത്തപ്പനെ തൊഴാൻ പറ്റി. 2 പ്രാവശ്യം മുത്തപ്പൻ്റെ അടുത്ത് തൊഴാൻ പോയി. പിന്നെ അതുപോലെ ഒരു പ്രാവശ്യം മുത്തപ്പൻ്റെ അടുത്ത് പോയി. മുത്തപ്പൻ്റെ അനുഗ്രഹമൊക്കെ കിട്ടി. വലിയൊരു ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മൾ കുറച്ച് ടോയ്സും അതൊക്കെ മേടിച്ചു. അങ്ങനെ നമ്മളുടെ 2 ദിവസത്തെ എൻജോയ്മെൻറ്റ് അടിപൊളിയായിരുന്നു. നീ പറ്റുവാണെങ്കിൽ മുത്തപ്പൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ വർഷം പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതുവരെയും പോവാത്ത പിന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ കൊണ്ടുവന്ന് പോയി നോക്കിക്കോളൂ. ഭയങ്കരമായിട്ട് കുട്ടികൾക്കും നമ്മൾക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലതാണ്. പിന്നെ വിസ്മയിൽ കുറച്ച് ഒരാൾക്ക് 750 രൂപ അങ്ങനെ എന്തോ ആണ് കേട്ടോ ടിക്കറ്റിന്. അപ്പോൾ ആ ഒരു
നമ്മൾ ഒരാൾക്ക് 750 രൂപ വെച്ച് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പൈസ ഒന്നും അവിടെ കൊടുക്കണ്ട. എല്ലാ റൈഡിലും നമുക്ക് കയറാൻ പറ്റും കേട്ടോ. വൈകുന്നേരം വരെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഫുഡിന് മാത്രം പൈസ മതി. ഇസ്മയിൽ ഇത്തിരി പൈസ അത്യാവശ്യമൊക്കെ പൈസയാവും കേട്ടോ. ഒരാൾക്ക് 750 എന്ന് വെച്ചാൽ നമ്മൾക്ക് ഓരോരുത്തർക്ക് 750 വെച്ചാകുമ്പോൾ നമ്മുടെ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് കുറച്ച് പൈസയാകും. പക്ഷെ എന്നാലും നമ്മൾ വർഷത്തിൽ ഒരിക്കലൊക്കെ അല്ലേ ഒന്ന് നമ്മളുടെ ഈ തിരക്കുന്നൊക്കെ ഒന്ന് വിട്ടുമാറി, കുട്ടികൾക്ക് അതുപോലെ പഠിത്തത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുമാറി ഒരു ഫാമിലി ആയിട്ടും അതുപോലെ നമുക്ക് മനസ്സിനൊക്കെ സന്തോഷം കിട്ടുന്ന രീതിയിലുള്ള ഒരു എൻജോയ്മെന്റ് തന്നെയാണ്. ഭയങ്കര രസമായിരിക്കും. പോവാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക. വെക്കേഷനൊക്കെ തീരുന്നതിന് മുമ്പ് പോയി നോക്കുക. പിന്നെ ഇട ദിവസങ്ങളിൽ പോകുന്നതാണ് തിരക്കൊക്കെ കുറയാൻ. പാർക്കിലാണെങ്കിലും അമ്പലത്തിലൊക്കെ ആണെങ്കിലും തിരക്കൊക്കെ കുറയാൻ കുറച്ചുകൂടെ നല്ലത്. പിന്നെ നമ്മൾ ടോയ്സ് ഒക്കെ വാങ്ങി പിന്നെ നമ്മൾ റൂമിലേക്ക് പോന്നു. നമ്മൾ സാറ്റർഡേ രാവിലെ ആയിരുന്നു പോയത്. മൺഡേ രാവിലെ തിരിച്ചു പോന്നു. നമ്മൾ മൺഡേ ഒരു 9:00 ട്രെയിനിൽ പോയിട്ടൊരു വൈകുന്നേരം 5 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. അത് ഒരു മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ 2 ദിവസം എന്ന് പറയുന്നത്. അത്രമാത്രം എനിക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരുന്ന ദിവസത്തിൽ കാണാം. ബൈ ബൈ.